നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എന്തു പറയുന്നു, നമ്മൾ ആദ്യമേ മുതലേ പറയുന്നതാണ് ഈ ഇന്ത്യൻ ടീമിൻ്റെ ക്വാളിറ്റിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാനെ കൊണ്ടാവില്ല എന്ന്. നല്ല തുടക്കം, 10 ഓവറിൽ അവർ വിക്കറ്റൊന്നും പോവാതെ നന്നായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ അവസാനത്തെ അവരുടെ 9 വിക്കറ്റുകൾ വെറും 33 റൺസിനങ്ങ് തീർത്തു കൊടുത്തു. പാകിസ്ഥാൻ്റെ ആദ്യ വിക്കറ്റ് 10ാമത്തെ ഓവറിൽ വീണെടുത്ത് നിന്ന് അവർ പിന്നീട് അങ്ങോട്ട് 113-1 എന്ന നിലയിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് തകർന്നടിഞ്ഞിട്ട് 146 ഓൾ ഔട്ടായി. ഒരൊറ്റ ഓവറിൽ 3 വിക്കറ്റ് എടുത്തുകൊണ്ട് കുൽദീപ് അവരുടെ നെഞ്ചും കൂടി തകർത്തു. അതുപോലെ തന്നെ ബൂംറയും വരുൺ ചക്രവർത്തിയും ബക്സറും ഒക്കെ മിന്നിക്കത്തി ബൗൾ ചെയ്തപ്പോൾ വെറും 146. ഒരു ഘട്ടത്തിൽ 170-180 ഒക്കെ അവർ പോകുന്നു കരുതിയതാണ്. പക്ഷെ ഒന്നിനും അവരെ കൊണ്ട് കഴിഞ്ഞില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവരുടെ ഓപ്പണർമാർ നല്ല തുടക്കം കൊടുത്തു. ഷൈബ്സാദ ഫർഹാൻ 38 പന്തിൽ നിന്ന് 5 4 3 6 അടക്കം 57 റൺസ് അടിച്ചപ്പോൾ ഫഖർ സമൻ 35 പന്തിൽ നിന്ന് 2 4 2 6 അടക്കം 46 റൺസാണ് അടിച്ചത്. പിന്നീട് പ്രത്യേകിച്ച് ആരും ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. സെയിം അയ്യൂബ് 14. ഡെക്കായില്ലല്ലോ എന്ന ആശ്വാസമായിരിക്കും. ബാക്കി മുഹമ്മദ് ഹാരിസ് ഡെക്ക്, സൽമാൻ അലി ആകെ 8, ഹുസൈൻ താലത്ത് 1, മുഹമ്മദ് നവാസ് 6, ഷെയ്ൻ ഷാ അഫ്രീദി ഡെക്ക്, ഫഹീം അഷ്റഫ് ഡെക്ക്, ഹാരിസ് റൌഫ് 6, അബ്രാർ അഹമ്മദ് 1 നോട്ട് ഔട്ട്. 19.1 ഓവറുകളിൽ അവർ 146 റൺസിന് ഓൾ ഔട്ടായി പോയി. ആദ്യത്തെ 10 ഓവറിൽ കിടിലൻ ബാറ്റിങ്, പിന്നീട് അങ്ങോട്ട് ടെറിബിൾ ബാറ്റിങ്. ഇതാണ് പാകിസ്ഥാൻ. ഒന്നിനും ഒരു നിശ്ചയവുമില്ല. അവരുടെ കളി ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ കുട്ടികൾ അനായാസം ഇത് മറികടക്കും എന്നാണ് ഞാൻ കരുതുന്നത്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.